ഹലോ ഗൈസ്, വെഡ്ഡിങ്ങിൻ്റെ അവസാനത്തെ പർച്ചേസിങ് ആട്ടോ. ഇതോടുകൂടി നമ്മുടെ പർച്ചേസിങ് കഴിയുകയാണ്. ഇതിലാണെങ്കിൽ എന്തെല്ലാമോ സാധനം ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ 2 ദിവസത്തെ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് റെൻ്റൽ ഓർണമെൻറ്റ്സ് വാങ്ങണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോടേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പം കോഴിക്കോട് കണ്ണൂർ എന്നും പറഞ്ഞിട്ട് കളിക്കുന്നത് കൊണ്ട് ഒരു വിധമായിട്ടുണ്ട് ഞാൻ. ഒന്നാമത് നല്ല ചൂടാണ്, പൊരി വെയിൽ. ആദ്യം തന്നെ ഞാൻ പോയത് ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോഴിക്കോടുള്ള ഗോൾഡൻ കപ്പിലേക്ക്. ഇവിടെ നല്ല അടിപൊളി ഒരുപാട് പ്രീമിയം കളക്ഷൻസ്. ഏതെടുക്കണം അവസാനം കൺഫ്യൂഷൻ. കുറേ എണ്ണം നോക്കി അവസാനം പിന്നെ 2 എണ്ണത്തിൽ വെച്ചിട്ട് ഏതെടുക്കണം 5 days ആണ് നമുക്ക് ഇവിടെ റെന്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ടോട്ടൽ ഈ കാണുന്ന എമൗണ്ട് ആയിട്ടുണ്ട്. എനിക്ക് വിക്ടോറിയൻ ജുവൽസ് വേണമെന്നായിരുന്നു ആദ്യമേ. ഫൈനലി നമുക്ക് അത് തന്നെ കിട്ടി. ഐ എം സോ ഹാപ്പി. പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒരു 9:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത്. ഇവൻ കോഴിക്കോട് ഏതോ ഫേമസ് ബിരിയാണി സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാട്ടോ. ബീച്ചിൻ്റെ അടുത്തുള്ള കുറ്റിച്ചിറ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. ഇന്നെന്തായാലും കോഴിക്കോട് മൊത്തം ഏകദേശം ഞങ്ങൾ ചുറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ച് വെയിലും കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വെഡ്ഡിങ് വ്ളോഗ്സ് ഒക്കെ ഒരു സീരീസ് ആക്കിയിട്ട് വെഡ്ഡിങ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വെഡ്ഡിങ് വ്ളോഗ്സ് മുഴുവനും നിങ്ങൾക്ക് അതിൽ കാണാം. പിന്നെ കുറച്ച് ആളുകൾ എന്നോട് യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട് വെഡ്ഡിങ് എപ്പോഴാണ്, വെഡ്ഡിങ് ഡേറ്റ് എന്നാണെന്നൊക്കെ. അത് ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഓൾറെഡി നല്ല ലേറ്റായി എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഒന്നും പറ്റുന്നില്ല. എന്തായാലും ഞാൻ ഈ അടുത്ത് തന്നെ ഇടുന്നതായിരുന്നു. അങ്ങനെ നമ്മളിതാ ബീച്ചിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഗുദാം സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. അതായത് എൻ്റെ വ്ളോഗ്സിനൊക്കെ കമൻറ്റ് ഇടുന്ന ഒരു 2 പേർക്ക് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്, വെഡ്ഡിങ്ങിൻ്റെ ഒരു സന്തോഷത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഞാൻ ഏതോ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കമൻറ്റ് ഇടാത്തവരാണെങ്കിലും കുഴപ്പമില്ല. ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസിനൊക്കെ കമൻറ്റ് ഇട്ടാലും നമ്മൾ അതിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇതേ നമ്മൾ ഇവൻ പറഞ്ഞ ഫേമസ് ബിരിയാണി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സിറ്റിങ്ങിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇതുപോലെ ചില ഫേമസ് ആയ സ്ഥലങ്ങളിൽ ആരോ ഉണ്ടാക്കി വെച്ച ഹൈപ്പ് എന്നല്ലാതെ പ്രത്യേകിച്ച് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒരു നോർമൽ ബിരിയാണി എനിക്ക് അത്ര പോലും ടേസ്റ്റ് തോന്നിയിട്ടില്ല. എനിക്കറിയില്ല, മേ ബി എൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണോ. ഒരു ഫുൾ ബിരിയാണി ഇന്ന് വരെ ഞാൻ ഫുള്ളായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാഫാണ് ഓർഡർ ചെയ്യുക. ഹാഫ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. ബാക്കിയൊക്കെ അവൻ്റെ പ്ലേറ്റിലേക്ക് തട്ടിയതാണ്. ഇതിപ്പോൾ ഹാഫിന് ഫുള്ളിന് ഒരേ പൈസയായല്ലോ. കഴിച്ചിറങ്ങിയപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഐസ്ക്രീം കടയിൽ നിന്ന് ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങി. അതും കഴിച്ച് കുറച്ച് ആ ഗുദാം സ്ട്രീറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇനി നമ്മൾ നേരെ SM സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഇനി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഒരു ചെരുപ്പ് കടയിലാണ് കയറി. അവിടുന്ന് ഒരു ചെരുപ്പ് കിട്ടി. ഇനിയും എനിക്ക് ചെരുപ്പ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ അടുത്ത കടയിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്നുകൊടുക്കുമ്പോൾ സ്പെക്റ്റ് വെക്കുന്ന കണ്ടിട്ട് ഒരു സ്പെക്റ്റ് അങ്ങോട്ട് വാങ്ങിയേക്കാന്ന് കരുതി. കഴിഞ്ഞ ദിവസം വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ തന്നെയാണ് വാങ്ങിയേക്കാം. അവിടുന്ന് അതും സെറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഫാൻസിയിലേക്ക് പോകാം. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ടൗണിൽ നിന്നുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി വണ്ടി എടുക്കട്ടെ. തിരിച്ചു പോകുന്ന വഴിക്ക് നോമ്പ് തുറ ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കും, പലഹാരങ്ങളൊക്കെ. അങ്ങനെയുള്ളൊരു കടയിൽ നിന്ന് ഞങ്ങളൊരു ജ്യൂസും കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവന് വേണ്ടത് അവനും വാങ്ങി, എനിക്ക് വേണ്ടത് ഞാനും. വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചൊരു സൈഡ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വ്ളോഗ്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.